ചിങ്ങപ്പുലരിയിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പമ്പ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല കീഴ്ശാന്തിമാരുടെയും പമ്പ മേൽശാന്തിയുടെയും നറുക്കെടുപ്പും ഇന്ന് നടക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ഉണ്ട്. മിഥുൻ, ഇന്ന് ചിങ്ങപ്പുലരിയാണ്, വലിയ ഭക്തജന തിരക്കാണ്, മഴ മുന്നറിയിപ്പുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാഗി സ്വാമി ശരണം. ഇന്ന് ചിങ്ങപ്പുലരിയിൽ പുതുവർഷ പുലരിയിൽ പുതിയ ദിവസങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി നല്ല ദിവസങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണ്, മണിക്കൂറുകളായി മഴ പെയ്യുകയാണ്. രാത്രിയിൽ കനത്ത മഴയായിരുന്നു സന്നിധാനത്ത്. ഇന്നലെ നട തുറന്നപ്പോൾ മുതൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. ശബരിമല പാതയിലെല്ലാം വലിയ മഴ, ശക്തമായ മഴ ഉണ്ട്. ഈ മഴയൊന്നും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി സന്നിധാനത്തേക്ക് എത്തുന്നതിന് തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് സന്നിധാനത്തേക്ക് ഈ ചിങ്ങപ്പുലരിയിൽ ഉണ്ടാകുന്നത്. നടപ്പന്തലും ഫ്ലൈ ഓവറും എല്ലാം രാവിലെ തന്നെ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലും വലിയ തിരക്കായിരുന്നു സന്നിധാനത്ത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. മലയാളികൾ മാത്രമല്ല, അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ തിരക്ക് ഈ ചിങ്ങപ്പുലരിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തിസാന്ദ്രമാണ് ഈ സുദിനം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി പുതിയ ദിവസങ്ങൾ, നല്ല ദിവസങ്ങൾ, നന്മയുള്ള ദിവസങ്ങൾ ഉണ്ടാവുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ ഭക്തജനങ്ങളും ഒരേ മനസ്സോടുകൂടി സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ധാരാളമായി ഈ പുലരിയിൽ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. മഴ, കനത്ത മഴയാണ് സന്നിധാനത്ത് പെയ്യുന്നത്. തണുത്ത കാലാവസ്ഥയാണ്. തണുത്ത കാലാവസ്ഥയിൽ ഈ കനത്ത മഴയിൽ അതൊന്നും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി, അനുഗ്രഹാശിസുകൾക്ക് വേണ്ടി 18-ാം പടി കയറി മല കയറി സന്നിധാനത്തേക്ക് എത്തുന്നതിന് തടസ്സമല്ല. മഴയായാലും വെയിലായാലും മഞ്ഞായാലും പുതിയ ദിവസങ്ങളെ, നല്ല ദിവസങ്ങളെ സ്വീകരിക്കാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ എന്ന് തെളിയിക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. അത്രയും ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് കാണുന്നത്. ഫ്ലൈ ഓവർ മുഴുവൻ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഫ്ലൈ ഓവറിന്റെ മുഴുവൻ ഭാഗവും ഇപ്പോൾ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച. ഒപ്പം പമ്പ സ്നാനത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. പമ്പയുടെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയാണ് മണിക്കൂറുകളായി പെയ്യുന്നത്. നീരൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ പമ്പയിൽ ഇറങ്ങുന്നതിന് സ്നാനത്തിന് നിയന്ത്രണം. പമ്പ നദീതീരത്ത് ജാഗ്രത മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ മല കയറുന്ന ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും അതീവ ജാഗ്രതയോടുകൂടി, ജാഗ്രത പുലർത്തിക്കൊണ്ട് മലയിറങ്ങുകയും ദർശനം നടത്തുകയും ഒക്കെ ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഈ സമയം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും വഴുക്കൽ അനുഭവപ്പെടുന്നുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡിലായാലും നീലിമല പാതയിലൊക്കെ ആയാലും വഴുക്കൽ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തജനങ്ങൾ തെന്നി വീഴുന്നതിനുള്ള സാധ്യതയുണ്ട്. മുഴുവൻ സമയവും ഇന്നലെ നീലിമല പാത അടച്ചിരിക്കുകയായിരുന്നു. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തജനങ്ങളെ കടത്തിവിട്ടിരുന്നത്. ഈ നീലിമല പാതയിലാണ് ഏറ്റവും വഴുക്കൽ കൂടുതലുള്ളതും ഭക്തജനങ്ങൾ തെന്നി വീഴുന്നതിനുള്ള സാധ്യതയും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഭക്തജനങ്ങൾ ത്തേക്ക് എത്തേണ്ടതുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾ രാവിലെ 7:30 ഈ കീഴ്ശാന്തി തെരഞ്ഞെടുപ്പ്, ശബരിമല സന്നിധാനത്തെ കീഴ്ശാന്തി തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 7:30 നടക്കുന്നത്. സന്നിധാനത്ത് നടക്കും. രാവിലെ 9 മണിക്ക് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള കീഴ്ശാന്തിമാരുടെയും മേൽശാന്തിയുടെയും പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരുടെയും തെരഞ്ഞെടുപ്പാണ്, നറുക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ചിങ്ങപ്പുലരിയിലെ പ്രത്യേക ചടങ്ങുകളിൽ ഒന്നാണ് ഈ മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. രാവിലെ 5 മണിക്ക് നട തുറന്നു. നിർമ്മാലി ദർശനം, ഗണപതി ഹോമം, നെയ്യഭിഷേകം അടക്കമുള്ള പതിവ് പൂജകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് പൂജകൾ പൂർത്തിയായി ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. രാത്രി 9:50 പതിവ് പോലെ ഹരിവരാസനം പാടി നടയടയ്ക്കും. തിരക്ക്, വലിയ തിരക്ക്, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ സന്നിധാനത്ത് നിന്ന് കാണുന്നതിന് സമാനമായ തിരക്ക് തന്നെയാണ് ഇന്ന് പുലർച്ചെ ഈ ചിങ്ങമാസ പുലരിയിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ഒരു നല്ല വർഷത്തെ വരവേൽക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഒരു കാര്യം കൂടി തന്നെയാണ്. അതുകൊണ്ട് മലയാളികൾ ഈ ദിവസം കൂടുതലായി എത്തി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടുന്നു. ഇന്നലെയും രാത്രിയും എത്തി സന്നിധാനത്ത് തങ്ങിയ ഭക്തജനങ്ങൾ ഉണ്ട് ഈ ചിങ്ങപ്പുലരിയിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവ്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ മലയാളികൾക്കൊപ്പം അല്ലെങ്കിൽ മലയാളികളെക്കാൾ കൂടുതൽ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വർധനവ് ഈ ചിങ്ങപ്പുലരിയിൽ ഉള്ളത്. താരതമ്യേന ഈ മാസപൂജ സമയത്ത് നട തുറക്കുമ്പോൾ മലയാളികളാണ് കൂടുതൽ എത്താറുള്ളത്. പക്ഷേ ഇത്തവണ ചിങ്ങമാസത്തിൽ നട തുറന്നപ്പോൾ മുതൽ, ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്തെ കൂടുതൽ ഭക്തജനങ്ങൾ അയൽ സംസ്ഥാനത്തു നിന്നുള്ളവരും എത്തുന്നു എന്നുള്ള പ്രത്യേകതയും കാണാനുണ്ട്. ഭക്തിസാന്ദ്രമായ
അന്തരീക്ഷം, ശരണമന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷം, അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ട് പുതിയ നല്ല നാളുകൾക്കായി മണിക്കൂറുകൾക്കായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, കുഞ്ഞ് അയ്യപ്പന്മാർ, കുഞ്ഞ് മാളികപ്പുറങ്ങൾ ഒക്കെ ധാരാളമായി എത്തുന്നു. ഈ മഴയത്തും കുഞ്ഞുങ്ങളെയുമായി എത്തുന്ന ഭക്തജനങ്ങളുടെ ഭക്തിസാന്ദ്രമായ കാഴ്ച അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനത്ത് നിന്ന് കാണുന്ന കാഴ്ചകളിൽ ഒന്നായി മാറുകയാണ്. കൂടുതൽ കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളുമെല്ലാം എത്തുന്ന ആ മനോഹരമായിട്ടുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള കാഴ്ച. എന്തായാലും ഫ്ലൈ ഓവറെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ പുലരിയിൽ നടപ്പന്തലിലും സമാനമായ സാഹചര്യം തന്നെയാണ്. താഴെ മല കയറുന്ന ഭക്തജനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഗ്രതയോടുകൂടി സന്നിധാനത്തേക്ക് എത്തേണ്ടതുണ്ട്. വഴുക്കൽ പലയിടത്തും അനുഭവപ്പെടുന്നു, തെന്നി വീഴുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം വലിയ വൃക്ഷങ്ങൾക്ക് സമീപത്ത് നിൽക്കാതെയും വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതെയും ഇങ്ങനെയുള്ള ജാഗ്രതയോടൊക്കെ കൂടി വേണം ഭക്തജനങ്ങൾ ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ സന്നിധാനത്തേക്ക് എത്തേണ്ടത്. ഒപ്പം മലയിറങ്ങി പോകേണ്ടതും. ശബരിമല പാതയിലെങ്ങും കനത്ത മഴയാണ്. നിലയ്ക്കലും പമ്പയിലും ലാഹിയിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം കനത്ത മഴയാണ് രാവിലെ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി യാത്ര ചെയ്ത് തിരികെ പോകുന്ന ഭക്തജനങ്ങളും ജാഗ്രതയോടുകൂടി അതീവ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായ സമയമാണ്. ഈ കാലാവസ്ഥ പ്രതികൂലമായ സമയത്ത് പതിവ് പൂജകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ 5 മണിക്ക് നട തുറന്നപ്പോൾ മുതലുള്ള പതിവ് പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 7:30 ഉഷപൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ, ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ, 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കുന്നത് വരെ പതിവ് പൂജകൾ ആണ് ഇന്ന് ഉള്ളത്. പക്ഷേ ചിങ്ങമാസ പുലരിയൊക്കെ ആയതുകൊണ്ട്, ഓണത്തെയൊക്കെ വരവേൽക്കുന്നത് കൊണ്ട് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ അത് തന്നെയാണ് ഈ ചിങ്ങമാസ പുലരിയിലും സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഉണ്ടായേക്കുമെന്ന് സൂചന നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് 1-ാം തീയതിയായ ഇന്ന് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. 21-ാം തീയതി രാത്രി 10 മണിക്കാണ് നടയടയ്ക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി പിന്നീട് ഓണത്തിന് വേണ്ടി സെപ്റ്റംബർ 3-ാം തീയതി നട തുറക്കും. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ വീണ്ടും ഓണത്തിന് വേണ്ടി നട തുറക്കുന്നുണ്ട്. വലിയ തിരക്ക് എന്ന് തന്നെ പറയാവുന്ന സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് നിന്ന് രാവിലെ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തി നിർഭരമായി കുഞ്ഞുങ്ങളെയുമൊക്കെയായി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ചയും കാണുന്നുണ്ട്. കുഞ്ഞയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങൾ ഒക്കെ ഈ മാസപൂജാ സമയത്ത് കൂടുതലായി എത്തുന്നു. ഭക്തി നിർഭരമാണ് ആ കാഴ്ചകൾ. മഴയോ വകവയ്ക്കാതെ, മഴയോ വെയിലോ കാലാവസ്ഥ ഏത് പ്രതികൂലമായാലും അതൊന്നും പ്രശ്നമല്ല എന്ന് അയ്യപ്പസ്വാമിയെ കാണുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വലിയ ലക്ഷ്യം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ ഭക്തി സാന്ദ്രമായിട്ടുള്ള, ഭക്തി നിർഭരമായിട്ടുള്ള, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കുഞ്ഞുങ്ങളെയുമൊക്കെ ആയിട്ട് അയ്യപ്പന്മാർ എത്തുമ്പോൾ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഒരേ മനസ്സോടുകൂടി, ഒരേ മനസ്സിലും ശരീരത്തിലും അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുകയാണ് ഇവിടെയുള്ള ഈ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ. സന്നിധാനത്ത് ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശ്രീകോവിലിന് തൊട്ടടുത്ത് ദർശനത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഭക്തജനങ്ങളുടെ ആ തിങ്ങി നിറഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഫ്ലൈ ഓവർ മുഴുവൻ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ മുഴുവൻ ഭാഗവും, അത് കൊടിമര ചുവട്ടിൽ നിന്ന് തുടങ്ങി ഫ്ലൈ ഓവർ തുടങ്ങുമ്പോഴുള്ള ആ ഭാഗം മുതൽ ശ്രീകോവിലിനോട് ചേരുന്ന ഫ്ലൈ ഓവർ തീരുന്ന ആ ഭാഗം വരെയും മുഴുവൻ ഭക്തജന തിരക്കാണ്, വലിയ തിരക്കാണ്. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഫ്ലൈ ഓവർ. ശ്രീകോവിലിന് ഏതാനും നിമിഷം മാത്രം ഭക്തജനങ്ങളുടെ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ആ ഭക്തജനങ്ങളുടെ കാഴ്ചയാണ്. കുടയുമൊക്കെയായി, മഴക്കോട്ടുമൊക്കെയായി മല കയറി എത്തിയ ആ ഭക്തജനങ്ങളുടെ കാഴ്ച കാണാവുന്നതാണ് പ്രേക്ഷകർക്ക്. അത്രയും മഴയാണ്, മണിക്കൂറുകൾ നീണ്ട മഴയാണ്. ഇന്നലെ തുടങ്ങിയ മഴയാണ്, പെരുമഴ എന്ന് തന്നെ പറയാവുന്ന കാലാവസ്ഥയാണ്. സന്നിധാനത്ത് തോര മഴയാണ്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ല. അതുകൊണ്ട് തന്നെ മഴക്കോട്ടുകളും കൊടയും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന മഴയുടെ ഒരു മഴക്കാലം ചിത്രീയമാക്കുന്ന ആ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. എന്തായാലും തിരക്ക് ഇനി വരുന്ന മണിക്കൂറുകളിലും ഇതേ രീതിയിൽ തന്നെ തുടർന്നേക്കും. തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുമുണ്ട് എന്ന് സൂചന നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്ത് നിന്ന് ഈ ചിങ്ങമാസ പുലരിയിൽ കാണുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട ചടങ്ങ് ഈ നറുക്കെടുപ്പാണ്. മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് രാവിലെ 7:30 ശബരിമല കീഴ്ശാന്തിയുടെ നറുക്കെടുപ്പ്, 1 വർഷത്തേക്കുള്ള കീഴ്ശാന്തിയുടെ നറുക്കെടുപ്പ് രാവിലെ 7:30 സന്നിധാനത്ത് നടക്കും. രാവിലെ 9 മണിക്കാണ് പമ്പയിൽ മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് 1 വർഷത്തേക്ക് ഉള്ള മേൽശാന്തി കീഴ്ശാന്തിമാരുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഈ ചിങ്ങപ്പുലരിയിൽ. അത് പ്രധാനപ്പെട്ട ഒന്നായി, ഈ ചിങ്ങപ്പുലരിയിലെ പ്രധാനപ്പെട്ട പ്രത്യേകതയായുള്ള ഒരു കാര്യമായി മാറും. അത് പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് നിലനിൽക്കുന്നു. ബാക്കി പതിവ് പൂജകളാണ് ഇന്ന് നടക്കുന്നത്.
എന്തായാലും വലിയ തിരക്ക് തന്നെ സന്നിധാനത്ത് തുടരുകയാണ്. മഴയുണ്ട്. റിപ്പോർട്ട് ചെയ്തതുപോലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ചിങ്ങപ്പുലരിയിൽ. ഈ ചിങ്ങപ്പുലരിയിൽ അയ്യപ്പസ്വാമിയെ കണ്ട് അനുഗ്രഹം തേടുക അത് വലിയൊരു മഹാഭാഗ്യമാണ്. അത്തരത്തിൽ നിരവധി ഭക്തരാണ് മഴയെ അവഗണിച്ചും ശബരിമലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ അവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മിഥുൻ കൂടെയൊക്കെ ചൂടിയാണ് നിൽക്കുന്നത്. അവിടെ വലിയ മഴ ഉണ്ട്. എന്നാലും ആ മഴയൊക്കെ അവഗണിച്ച് അയ്യപ്പനെ വണങ്ങാൻ നിരവധി ഭക്തർ കുഞ്ഞു മാളികപ്പുറവും കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ സന്നിധാനത്ത് ഉണ്ട്. പക്ഷേ പമ്പാ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴയുള്ള പശ്ചാത്തലത്തിൽ. ഒപ്പം തന്നെ ശബരിമല കീഴ്ശാന്തിമാരുടെയും പമ്പ മേൽശാന്തിയുടെയും നറുക്കെടുപ്പും ഇന്ന് നടക്കുന്നുമുണ്ട്. നിധിൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് നമുക്ക് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വരും ബുള്ളറ്റിനുകളിലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുകളിലേക്ക് പോകാം.